ബീനാസ് കോമ്പറ്റീറ്റീവ് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ 8th സ്റ്റാൻഡേർഡിലെ സയൻസിലെ ആദ്യ ഭാഗങ്ങളെ കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നു അല്ലേ. ലാസ്റ്റ് നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്ത് വെച്ചത്? ന്യൂക്ലിയസിനെ കുറിച്ചായിരുന്നു. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? ന്യൂക്ലിയസ് ഈസ് ദ സെന്റർ ഓഫ് ദ സെൽ അല്ലേ. അന്ന് ന്യൂക്ലിയസിന്റെ പാർട്സ് എല്ലാം നമ്മളന്ന് ഡിസ്കസ് ചെയ്തു അല്ലേ. ഡു യു തിങ്ക് ദ സെൽ എക്സിസ്റ്റ് വിത്തൗട്ട് ന്യൂക്ലിയസ്? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ന്യൂക്ലിയസ് ഇല്ലാതെയും എന്താണ് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. സെല്ലിൽ ന്യൂക്ലിയസ് ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ട്. അത്തരം ചില ഓർഗാനിസംസ് വളരെ ചെറിയ ഒരു ഭാഗം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തെ കുറിച്ചിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പൊ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസമാണ് ആദ്യം പറയുന്നത്. എക്സാമ്പിൾ പറയാച്ചെങ്കിൽ ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. There is no nucleus is seen. ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തിന് ഉദാഹരണമാണ് ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. There is no nucleus is seen. This type of organism is called. ഇത്തരം ടൈപ്പ് ഓർഗാനിസത്തിന് ഒരു പേര് വിളിക്കും. എന്താണെന്നറിയോ? ആണ് പ്രോകാരിയോട്സ്. വാട്ട് ഈസ് പ്രോകാരിയോട്സ് ചോദിച്ചാൽ എന്താ പറയാ? There is no nucleus is seen അല്ലെ. ചില ടൈപ്പ് ഓർഗാനിസത്തിൽ തന്നെ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. എക്സാമ്പിൾ തന്നെ ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. There is no nucleus is seen. This type of organism is called prokaryotes. അപ്പോൾ യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാട്ട് ഈസ് യൂകാരിയോട്സ്? യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂകാരിയോട്സിന് ആദ്യം തന്നെ എക്സാമ്പിൾ പറയാം. അമീബ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. There is a well-defined nucleus is seen. ഉദാഹരണം എന്താണ് പറയാ? അമീബ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അമീബ, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. A well-defined nucleus is seen. This type of organism is called eukaryotes. ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, എന്നാൽ ഇവർക്ക് ന്യൂക്ലിയസ് ഉണ്ടാവാതെ ഇരിക്കും അല്ലെ. അപ്പൊ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് ചോദിച്ചാൽ എന്താ പറയാം? ബാക്ടീരിയ, സയനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. There is no nucleus is seen. This type of organism is called prokaryotes. But amoeba, plants and animals, a well-defined nucleus is seen. This type of organism is called eukaryotes. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക. നമ്മൾ കടകളിലെല്ലാം പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കാറുണ്ട് അല്ലേ. നമ്മൾ കടകളിൽ പോകുമ്പോൾ അവിടെ എന്താണ്, പഴുത്ത പഴങ്ങളും അപ്പുറത്ത് പച്ച പഴങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയാച്ചാൽ മാങ്ങ പഴുത്തിരിക്കുന്ന മാങ്ങ നമുക്ക് കാണാൻ പറ്റും കടകളിൽ അല്ലേ. അതുപോലെ തന്നെ തൊട്ട് അപ്പുറത്ത് ചിലപ്പോൾ എന്താണ്, പച്ച മാങ്ങയെല്ലാം ഇരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ്, ഈ പച്ച കളറുള്ള മാങ്ങ എങ്ങനെയാണ് ഈ പഴുത്ത കളറായിട്ട് മാറിയത്? അല്ലെങ്കിൽ പച്ച കളറുള്ള മാങ്ങയ്ക്ക് എന്തായിരിക്കും രുചി ഉണ്ടായിരിക്കുക? പുളിയായിട്ടുള്ള ഒരു രുചിയായിരിക്കും അല്ലെ. പഴുത്ത മാങ്ങയ്ക്ക് എന്താണ്, നല്ല മധുരമായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പഴുത്ത മാങ്ങ, പച്ച മാങ്ങ എങ്ങനെയാണ് പഴുത്ത മാങ്ങയായത് മാറിയത്? നമ്മളിങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അടുത്തത് പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള മാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റിഡ്സ് ആണ്. Plastids are the cell organelles that are found in plants. പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സെൽ ഓർഗനൽസ് ആണ് എന്ത്? പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. Plastids are the cell organelles that are found in plants. പ്ലാന്റ്സിലാണ് അത് കാണപ്പെട്ടത്. There are 3 types of plastids. പ്ലാസ്റ്റിഡ്സിന് 3 തരമുണ്ട്. ഏതെല്ലാമാണെന്നാണ് പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് and leucoplast. Plastids are the cell organelles that are found in plants. There are 3 kinds of plastids: chloroplast, chromoplast and leucoplast. ആദ്യം നമ്മൾ ക്ലോറോപ്ലാസ്റ്റിനെ പറ്റിയിട്ട് പറയാം. ഫോട്ടോസിന്തസിസ് ഈസ് പെർഫോംഡ് ബൈ ക്ലോറോപ്ലാസ്റ്റ്. ഫോട്ടോസിന്തസിന് സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സ് ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ നമ്മൾ ഫോട്ടോസിന്തസിസ് എന്താണ് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫോട്ടോസിന്തസിസ് എന്താണെന്ന്? ഫോട്ടോസിന്തസിസ്
ഫോട്ടോസിന്തസിസ് എന്താണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോട്ടോസിന്തസിസ് പറഞ്ഞാല്? പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ടറിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സഹായത്തോട് കൂടിയിട്ട് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ്. അപ്പൊ വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ എന്താ പറയാ? പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. അപ്പൊ ഇവിടെ എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് പെർഫോംഡ് ബൈ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്തിനു സഹായിക്കുന്നുണ്ട്? ഫോട്ടോസിന്തസിസിനെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റ് ഇമ്പാർട്ട് കളർ ടു ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും എന്ത് കൊടുക്കുന്നു? ക്രോമോപ്ലാസ്റ്റ് കളർ കൊടുക്കുന്നു. ക്രോമോപ്ലാസ്റ്റ് ഇമ്പാർട്ട് കളർ ടു ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും കളർ കൊടുക്കുന്ന ഫംഗ്ഷനാണ് ആർക്കുള്ളത്? ക്രോമോപ്ലാസ്റ്റിനുള്ളത്. ക്രോമോപ്ലാസ്റ്റിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ അത് പഠിക്കാം. ക്രോമോപ്ലാസ്റ്റ് തന്നെ. ക്രോമോപ്ലാസ്റ്റിൽ കുറച്ച് പിഗ്മെന്റ്സ് ഉണ്ട്. ദർ ആർ സം പിഗ്മെന്റ്സ് ഇൻ ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? പിഗ്മെന്റ്സ് ഉണ്ട്. ഏതെല്ലാം പിഗ്മെന്റ്സ് ആണെന്നാണ് പറയുന്നത്? സാന്തോഫിൽ, കരോട്ടിൻ, ആന്തോസയാനിൻ. ക്രോമോപ്ലാസ്റ്റ് എന്താണ് പറയുന്നത്? ക്രോമോപ്ലാസ്റ്റ് ഇമ്പാർട്ട് കളർ ടു ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും കളർ കൊടുക്കുന്നതാണ് മെയിൻ ആയിട്ട് ക്രോമോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദർ ആർ സം പിഗ്മെന്റ്സ് ഇൻ ക്രോമോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റിൽ എന്താണുള്ളത്? പിഗ്മെന്റ്സ് ഉള്ളത്. ഏതെല്ലാം പിഗ്മെന്റ്സ് ആണ്? സാന്തോഫിൽ, കരോട്ടിൻ ആൻഡ് ആന്തോസയാനിൻ. സാന്തോഫിൽ എന്ത് കളറാണ് കൊടുക്കുന്നത്? സാന്തോഫിൽ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. സാന്തോഫിൽ എന്ത് കളറാണ് കൊടുക്കുന്നത്? ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും എന്ത് കളറാണ് കൊടുക്കുന്നത്? യെല്ലോ കളറാണ് കൊടുക്കുന്നത്. കരോട്ടിൻ എന്താണ് കൊടുക്കുന്നത്? യെല്ലോയിഷ് ഓറഞ്ച്. ആന്തോസയാനിൻ എന്ത് കളറൊക്കെയാണ് കൊടുക്കുന്നത്? റെഡ്, പർപ്പിൾ. ആന്തോസയാനിൻ ഏത് കളറാണ് കൊടുക്കുന്നത്? റെഡ്, പർപ്പിൾ. അപ്പൊ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താന്ന് പറയാം? ക്രോമോപ്ലാസ്റ്റ് എന്താണ്? ക്രോമോപ്ലാസ്റ്റ് ഇമ്പാർട്ട് കളർ ടു ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും കളർ കൊടുക്കലാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ആരുടെ? ക്രോമോപ്ലാസ്റ്റിന്റെ. ദർ ആർ സം പിഗ്മെന്റ്സ് ഇൻ ക്രോമോപ്ലാസ്റ്റ്. സാന്തോഫിൽ യെല്ലോ കളറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കരോട്ടിൻ യെല്ലോയിഷ് ഓറഞ്ച് ആൻഡ് ആന്തോസയാനിൻ എന്ത് കളറാണ് കൊടുക്കുന്നത്? റെഡും പർപ്പിളുമാണ് ആന്തോസയാനിൻ കൊടുക്കുന്നത്. ഇനി നമ്മൾ പ്ലാസ്റ്റിഡ്സിൽ ഒരെണ്ണം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ് കഴിഞ്ഞു, ക്രോമോപ്ലാസ്റ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് വണ്ണാണ് ലൂക്കോപ്ലാസ്റ്റ്. ലൂക്കോപ്ലാസ്റ്റിൽ എന്താ പറയുന്നത്? there is no specific color. പ്രത്യേകമായിട്ടുള്ള ഒരു കളർ ഒന്നും ഇല്ല ലൂക്കോപ്ലാസ്റ്റിന്. ബട്ട് ലൂക്കോപ്ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. എന്താണ്? ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോറേജ് ആയുള്ള ഫംഗ്ഷൻ ആര് ചെയ്യുന്നുണ്ട്? ലൂക്കോപ്ലാസ്റ്റ്. there is no specific color in leucoplast, but food material storage is the main function of leucoplast. ലൂക്കോപ്ലാസ്റ്റിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോറേജ് ആണ്. അപ്പൊ പ്ലാസ്റ്റിഡ്സ് എന്താണെന്ന് പഠിച്ചു? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ് എന്താണ് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ എന്താണ് ഉണ്ടാവുന്നത്? ഫ്രൂട്ട്സും ഫ്ലവേഴ്സിനും എന്താണ്? കളർ കിട്ടും അല്ലെ. കളർ കിട്ടുന്ന ആ സമയത്ത് എന്താണ്? ഫസ്റ്റ് ആരാണ് പറഞ്ഞത്? ക്ലോറോപ്ലാസ്റ്റ് ആണ് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യുന്നത് അല്ലെ. ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ചസ് ഇൻ ടു ക്രോമോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്തായിട്ട് മാറും? ഫ്രൂട്ട്സ് പഴുക്കുന്നതോട് കൂടി ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ചസ് ഇൻ ടു ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറും. ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ചസ് ഇൻ ടു ക്രോമോപ്ലാസ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ തന്നെ എന്താണ് ഉണ്ടാകുന്നത്? സ്റ്റാർച്ച് കൺവേർട്ടഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഷുഗർ ആയിട്ട് മാറും. ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ചസ് ഇൻ ടു ക്രോമോപ്ലാസ്റ്റ്, ദെൻ സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഷുഗർ. സ്റ്റാർച്ച് എന്തായിട്ട് മാറും? ഷുഗർ ആയിട്ട് മാറും. ദിസ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് എന്താണ്? കളറും അപ്പോൾ തന്നെ ഫ്രൂട്ട്സിൽ കളറ് മാറുന്നതിൻ്റെ അല്ലെങ്കിൽ രുചി അല്ലെങ്കിൽ എന്താണ് ടേസ്റ്റ് മാറുന്നതിൻ്റെ എന്താ പ്രത്യേക സീക്രട്ട് എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റാർച്ച് എന്തായിട്ട് മാറി? ഷുഗർ ആയിട്ട് മാറി. ദിസ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ഇൻ ചേഞ്ച് ഇൻ കളർ ആൻഡ് ടേസ്റ്റ് ഓഫ് ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സിന്റെ കളറും ടേസ്റ്റും മാറുന്നതിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ചസ് ഇൻ ടു ക്രോമോപ്ലാസ്റ്റ് ആൻഡ് സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു ഷുഗർ. സ്റ്റാർച്ച് എന്തായിട്ട് മാറി? ഷുഗർ ആയിട്ട് മാറി.
അപ്പം നമ്മൾ ആദ്യം ഒന്നുകൂടി ചെറുതായിട്ടൊന്നുകൂടി പറഞ്ഞു തരാം. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്, പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ പ്ലാസ്റ്റിഡ്സ് ആർ ദ സെൽ ഓർഗനൽസ് ദാറ്റ് ആർ ഫൗണ്ട് ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സെൽ ഓർഗനൽസ് ആണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത്. ദർ ആർ 3 kinds ഓഫ് പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് എത്ര തരമുണ്ട് എന്നാണ് പറഞ്ഞത്? 3 തരമുണ്ട്. ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ് ആൻഡ് ലൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ഫോട്ടോസിന്തസിസ് പെർഫോംഡ് ബൈ ക്ലോറോപ്ലാസ്റ്റ്. ഫോട്ടോസിന്തസിസ് എന്താണെന്ന് പറഞ്ഞിരുന്നു നമ്മൾ അല്ലെ? എന്താണ്? പ്ലാന്റ്സ് പ്രിപ്പയർ ഫുഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ അല്ലെ? പിന്നെ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്, ക്രോമോപ്ലാസ്റ്റ് ഇമ്പാർട്ട് കളർ ടു ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും കളർ കൊടുക്കലാണ് ആരുടെ ഫംഗ്ഷൻ? ക്രോമോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ. പിന്നെ ക്രോമോപ്ലാസ്റ്റിൽ there are some pigments ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? സാന്തോഫിൽ. സാന്തോഫിൽ എന്താണ് കളറാണ് കൊടുക്കുന്നത്? യെല്ലോ കളർ ആൻഡ് കൈരോട്ടിൻ യെല്ലോയിഷ് ഓറഞ്ച്, ആന്തോസയാനിൻ റെഡ് കളറും ഒപ്പം തന്നെ പർപ്പിൾ കളറുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ലൂക്കോപ്ലാസ്റ്റ് ആണ്. ലൂക്കോപ്ലാസ്റ്റ് എന്താണ്? ദർ ഇസ് നോ സ്പെസിഫിക് കളർ ഇൻ ലൂക്കോപ്ലാസ്റ്റ്. ലൂക്കോപ്ലാസ്റ്റ് പ്രത്യേകമായിട്ട് കളറൊന്നുമില്ല, ബട്ട് ഫംഗ്ഷൻ ഉണ്ട്. എന്താണ്? ഫുഡ് സ്റ്റോറേജ് ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്താണ് പറയുന്നത്? ഫ്രൂട്ട്, വെൻ ദ ഫ്രൂട്ട് റൈപ്പൻ എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ചേഞ്ചസ് ഇൻ ടു ക്രോമോപ്ലാസ്റ്റ്. ഫ്രൂട്ട് റൈപ്പൻ ആകുമ്പോൾ എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ഈസ് ചേഞ്ചസ് ഇൻ ടു ക്രോമോപ്ലാസ്റ്റ്. ദെൻ സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഷുഗർ. സ്റ്റാർച്ച് എന്തായിട്ട് മാറും? ഷുഗർ ആയിട്ട് മാറും. അപ്പോൾ ഷുഗർ പറഞ്ഞാൽ നമുക്ക് അറിയാതെ മധുരമായിട്ട് മാറും അല്ലേ? അപ്പോൾ അവിടെയാണ് സീക്രട്ട് എന്ന് പറയുന്നത്. എന്താണ്? ഫ്രൂട്ട്സിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് എന്താണ്? പച്ച ഫ്രൂട്ട്സ് പഴുത്ത് വരുമ്പോൾ എന്താണ്? ഷുഗർ ഉള്ളതായിട്ട് മാറും അല്ലേ? അപ്പോൾ ദിസ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് ദ ചേഞ്ച് ഇൻ കളർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് എന്താണ്? ടേസ്റ്റും ഒപ്പം തന്നെ മാറുന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോ മെംബ്രെയിൻസ് ആണ്. ദ സെൽ ഹാസ് എ മെംബ്രെയിനിയസ് കവർ. ഒരു മെംബ്രെയിനിയസ് കവറിങ് ആർക്കുണ്ടായിരിക്കും? സെല്ലിനുണ്ടായിരിക്കും. ദിസ് മെംബ്രെയിനിയസ് കവറിങ് സെപ്പറേറ്റ് ദ സെൽ ഫ്രം ഇറ്റ്സ് അഡ്ജസൻറ്റ് സെൽ. തൊട്ടടുത്ത സെല്ലുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഈ മെംബ്രെയിനിയസ് കവറിങ് സഹായിക്കുന്നു. ഈ മെംബ്രെയിനിയസ് കവറിങ് സെല്ലിൽ മാത്രമല്ല കാണപ്പെടുന്നത്, പിന്നെ എവിടെ കാണപ്പെടും? ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം ഓൾസോ സീൻ മെംബ്രെയിനിയസ് കവറിങ്. മെംബ്രെയിനിയസ് കവറിങ് ന്യൂക്ലിയസിലും സൈറ്റോപ്ലാസത്തിലും എല്ലാം കാണപ്പെടുന്നുണ്ട്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മെംബ്രെയിനിയസ് കവറിങ്? മെംബ്രെയിനിയസ് കവറിങ്ങിന് അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അല്ലെ? ഇറ്റ് ക്യാൻ റെഗുലേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽ ബിറ്റ്വീൻ ദ സെൽ. രണ്ട് സെല്ലുകൾക്കിടയിലുള്ള മെറ്റീരിയൽ എക്സ്ചേഞ്ചിനെ ആര് സഹായിക്കുന്നുണ്ട്? മെംബ്രെയിനിയസ് കവറിങ് സഹായിക്കുന്നുണ്ട്. It can also help to exchange of materials between cytoplasm and cell organelles. സൈറ്റോപ്ലാസത്തിലാണ് സെൽ ഓർഗനൽസ് കാണപ്പെടുക അല്ലെ? അപ്പോൾ ആ സെൽ ഓർഗനൽസും സൈറ്റോപ്ലാസത്തിനും ഇടയ്ക്കുള്ള എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസിനും ആര് സഹായിക്കുന്നുണ്ട്? മെംബ്രെയിനിയസ് കവറിങ് സഹായിക്കുന്നുണ്ട്. ദിസ് മെംബ്രെയിനിയസ് കവറിങ് ഈസ് ഓൾസോ കോൾഡ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. എന്തുകൊണ്ടാണ് ഇവരെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്? It can allow only the essential material to pass. അതായത് അത്യാവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ മാത്രം എന്താണ്? കടത്തിവിടുന്നത് കൊണ്ടാണ് ഇവരെ എന്ത് വിളിക്കുന്നത്? സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? ദേ അലോ ഓൺലി ദ എസെൻഷ്യൽ മെറ്റീരിയൽ ടു പാസ്. അത്യാവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങൾ മാത്രമാണ് എന്താണ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ടാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ്? ദ സെൽ ഹാസ് എ മെംബ്രെയിനിയസ് കവറിങ്. ദിസ് മെംബ്രെയിനിയസ് കവറിങ് സെപ്പറേറ്റ് ദ സെൽ ഫ്രം ഇറ്റ്സ് അഡ്ജസൻറ്റ് സെൽ. തൊട്ടടുത്ത സെല്ലുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ ആര് സഹായിക്കുന്നു? ഈ മെംബ്രെയിനിയസ് കവറിങ് സഹായിക്കുന്നു. മെംബ്രെയിനിയസ് കവറിങ് എവിടെയും കൂടി കാണപ്പെടുന്ന ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം ഓൾസോ സീൻ മെംബ്രെയിനിയസ് covering. Then what is the function of membranous covering? It can regulate the exchange of material between the cell and between cytoplasm and cell organelles. Then what is called selectively permeable membrane? എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? They allow only the essential material to pass. അത്യാവശ്യ പദാർത്ഥങ്ങൾ മാത്രം കടത്തിവിടുന്നതുകൊണ്ട് മെംബ്രെയിനസ് കവറിങ്ങിനെ എന്ത് കൂടി വിളിക്കുന്നു? സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് കൂടി വിളിക്കുന്നു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മളെ സെല്ലിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ സെല്ലിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ തന്നെ സെല്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് അല്ലേ? അതുപോലെ ന്യൂക്ലിയസ് ഇത് സെൻറ്റർ ഓഫ് ദ സെല്ലാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ന്യൂക്ലിയസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ? ഒരു പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. What is the difference between plant cell and animal cell? Animal cell and plant cell. Plant cell, animal cell എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക?
സെൻട്രോസോം ഉണ്ടായിരിക്കും, സെൻട്രോസോം. പിന്നെ ലൈസോസോമും. ആനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്നതാണ് സെൻട്രോസോമും ലൈസോസോമും. പ്ലാന്റ് സെല്ലിൽ എന്തെല്ലാം കാണപ്പെടുന്നുണ്ട്? Vacuole, cell wall and chloroplast are seen in plant cell. Plant cell vacuole, cell wall and chloroplast. What is the difference between plant cell and animal cell? Animal cell animal cell centrosome and lysosomes are present. Plant cell vacuole, cell wall and chloroplast are present in plant cell. Centrosome centrosomes are the cell organelles that is present in animal. Centrosomes are the cell organelles that is present in animal cell. Centrosomes centrioles. Centrioles are present in centrosomes. Centrioles are present in centrosomes. എന്താണ് സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? സെൻട്രിയോൾസ് ആണ്. അത് എവിടെ കാണപ്പെടുന്നു? സെൻട്രോസോംസിൽ കാണപ്പെടുന്നു. സെൻട്രോസോംസ് ആർ ദ സെൽ ഓർഗനൽസ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ആനിമൽ സെൽ. സെൻട്രിയോൾസ് പ്ലേ മേജർ റോൾ ഇൻ സെൽ ഡിവിഷൻ. സെൻട്രിയോൾസ് ഇതിൽ സഹായിക്കുന്നു, സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ സെൻട്രോസോം. സെൻട്രോസോമിലാണ് സെൻട്രിയോൾസ് കാണപ്പെടുന്നത്. ഇനി അടുത്തത് ലൈസോസോം എന്ന് പറയുന്നത് എന്താണ്? ലൈസോസോംസ് ആർ സീൻ ഇൻ ആനിമൽ സെൽ. ആനിമൽ സെല്ലിൽ കാണപ്പെടുന്നതാണ് ലൈസോസോം. എന്താണ്? there are certain digestive enzymes are present in ലൈസോസോം. ലൈസോസോമിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രസന്റ് ആണ്. ദീസ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഹെൽപ്പ് ടു എന്താണ് സഹായിക്കുന്ന? ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ മെറ്റീരിയൽസ് എൻ്ററിംഗ് ദ സെൽ. അതായത് സെല്ലിലേക്ക് കടക്കുന്ന ഫോറിൻ മെറ്റീരിയൽസ് എതിർക്കാൻ, ഫോറിൻ മെറ്റീരിയൽസ് അന്യപദാർത്ഥങ്ങളെ എതിർക്കാൻ ആര് സഹായിക്കുന്നു? ലൈസോസോം സഹായിക്കുന്നു. ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്ത ഏതെല്ലാം പാർട്സ് ആണുള്ളത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് സെൽ ആൻഡ് ആനിമൽ സെൽ എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ പ്ലാന്റ് സെല്ലിൽ ഇല്ലാത്ത ഏതെല്ലാം പാർട്സ് ആണ് ആനിമൽ സെല്ലിൽ? സെൻട്രോസോമും ലൈസോസോമുമാണ് ആനിമൽ സെല്ലിൽ പ്രസന്റ് ഉള്ളത്. സെൻട്രോസോം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രോസോം ഈസ് ദ സെൽ ഓർഗനൽസ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ആനിമൽ സെൽ. സെൻട്രോസോം എന്ന് പറയുന്നത് ആനിമൽ സെല്ലിൽ മാത്രമാണ് കാണപ്പെടുന്നത്. സെൻട്രോസോമിന്റെ പ്രത്യേകത എന്താണ്? സെൻട്രിയോൾസ് പ്ലേ മേജർ റോൾ ഇൻ സെൽ ഡിവിഷൻ ഇൻ സെൻട്രോസോം. സെൻട്രോസോമിലെ പ്രധാനപ്പെട്ട ഭാഗമായ സെൻട്രിയോൾസ് എന്തിനു സഹായിക്കുന്നു? സെൽ ഡിവിഷനും കൂടി സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്ത എന്ന് പറയുന്നത് ലൈസോസോം. ലൈസോസോംസ് ആർ ഓൾസോ സീൻ ഇൻ ആനിമൽ സെൽ. ആനിമൽ സെല്ലിൽ കാണപ്പെടുന്നതാണ് ലൈസോസോം എന്ന് പറയുന്നത്. there are certain digestive enzymes are present in lysosome. ലൈസോസോംസ് എന്തെല്ലാം പുറപ്പെടുവിക്കുന്നുണ്ട്? ഒരു എൻസൈംസ് പുറപ്പെടുവിക്കുന്നുണ്ട്. ദീസ് എൻസൈംസ് എന്തിനു സഹായിക്കുന്നു? ഡിസ്ട്രക്ഷൻ ഓഫ് ഫോറിൻ മെറ്റീരിയൽസ് എൻ്ററിംഗ് ദ സെൽ. അതായത് സെല്ലിന്റെ ഉള്ളിലേക്ക് ഫോറിൻ മെറ്റീരിയൽസ് കടക്കുമ്പോൾ തടയാൻ ആര് സഹായിക്കുന്നുണ്ട്? ലൈസോസോം സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ പ്ലാന്റ് സെല്ലിന്റെ ഭാഗം നോക്കുമ്പോൾ പ്ലാന്റ് സെല്ലിൽ എന്താണ്? വാക്യൂൾ, സെൽ വോൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലെ? വാക്യൂൾ എന്ന് പറയുന്നത് തന്നെ ടോണോപ്ലാസ്റ്റ് എന്ന ആവരണത്താൽ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് അല്ലെ? there is a membrane covered by ടോണോപ്ലാസ്റ്റ്. ടോണോപ്ലാസ്റ്റ് എന്ന ആവരണത്താൽ പൊതിഞ്ഞ് കാണപ്പെടുന്നതാണ് എന്ത്? വാക്യൂൾ എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? സെല്ലിന് ഒരു ഔട്ടർ ലെയർ എന്ന് പറയുന്നത് സെൽ വോൾ ഉണ്ടായിരിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഫോട്ടോസിന്തസിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലെ? ക്ലോറോപ്ലാസ്റ്റ് ആര് ഇതിന് സഹായിക്കുന്ന? ഫോട്ടോസിന്തസിസ് എല്ലാം നടക്കുന്നതിന് ക്ലോറോപ്ലാസ്റ്റ്, അതായത് ചെടികൾക്കൊക്കെ പച്ച നിറം കൊടുക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് ക്ലോറോപ്ലാസ്റ്റ് സഹായിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ പ്ലാന്റ് സെല്ലിൽ പ്രധാനപ്പെട്ട ഭാഗം വാക്യൂൾ, സെൽ വോൾ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഇത് എന്തിലും ഉണ്ടായിരിക്കില്ല? ആനിമൽ സെല്ലിലും ഉണ്ടായിരിക്കില്ല. ഇനി രണ്ടിലും കോമൺ ആയിട്ട് എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? കോമൺ ആയിട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കും? ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. റൈബോസോം ഉണ്ടായിരിക്കും കോമൺ ആയിട്ട്. പിന്നെ എന്താണ്? മൈറ്റോകോൺട്രിയ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? സെൽ മെംബ്രെയിൻ ഉണ്ടായിരിക്കും കോമൺ ആയിട്ട്. ന്യൂക്ലിയസ്, റൈബോസോം, മൈറ്റോകോൺട്രിയ ആൻഡ് സെൽ മെംബ്രെയിനും എന്തിൽ കാണപ്പെടുന്നുണ്ട്? കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതാണ് പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ചെറിയ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? പ്രോകാരിയോട്ടും യൂകാരിയോട്ടും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസും ഉണ്ട്, ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസും ഉണ്ട് അല്ലെ? ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസിൽ പ്രോകാരിയോട്ട് എന്ന് വിളിക്കും. ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനെ യൂകാരിയോട്ട് എന്ന് വിളിക്കും. പ്രോകാരിയോട്ട്, യൂകാരിയോട്ട്. അപ്പൊ അവരുടെ ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? നോ ന്യൂക്ലിയസ്
അല്ല, നോ ന്യൂക്ലിയസ്, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ തന്നെ എന്താണ്, സം സെൽ ഓർഗനൽസ് എന്താണ്, സം സെൽ ഓർഗനൽസ് ആബ്സെന്റ് ആയിരിക്കും. സം സെൽ ഓർഗനൽസ് എന്താണ്, ചില സെൽ ഓർഗനൽസ് പ്രോകാരിയോട്ടിൽ എന്താണ് ആബ്സെന്റ് ആയിരിക്കും. യൂകാരിയോട്ടിൽ എന്താണ് ന്യൂക്ലിയസ് പ്രസന്റ് ആണ്, സെൽ ഓർഗനൽസും പ്രസന്റ് ആണ്. സെൽ ഓർഗനൽസും എന്താണ് പ്രസന്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോകാരിയോട്ട് പറഞ്ഞാൽ എന്താണ്, ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തിനെയാണ് പ്രോകാരിയോട്ട് എന്ന് വിളിക്കുന്നത്. യൂകാരിയോട്ട് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തിനാണ്. അപ്പം അവർ തമ്മിലുള്ള മെയിൻ ആയിട്ട് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. പിന്നെ തന്നെ ചില സെൽ ഓർഗനൽസും ഇതിൽ കാണപ്പെടുന്നില്ല, പ്രോകാരിയോട്ടിൽ കാണപ്പെടുന്നില്ല. യൂകാരിയോട്ടിൽ എന്താണ് ന്യൂക്ലിയസ് പ്രസന്റ് ആയിരിക്കും, സെൽ ഓർഗനൽസ് ഓൾസോ പ്രസന്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ബയോളജി ഈ ഭാഗത്തോട് കൂടിയിട്ട് ബയോളജി ഫസ്റ്റ് ലെസൺ ഫുള്ളായിട്ട് കവർ ചെയ്തു. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ക്ലാസ്സുകൾ കാണുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. എല്ലാവരും വീട്ടിലിരിക്കുക, വീട്ടിലിരുന്നിട്ട് നന്നായിട്ട് പഠിക്കുക.